നമസ്കാരം. ചെന്നൈ സൂപ്പർ കിങ്സ് തിളങ്ങണമെങ്കിൽ സഞ്ജു സാംസൺ തിളങ്ങണം. സഞ്ജു സാംസൺ തിളങ്ങിയില്ലെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് അഴുകും. ഈ അവസ്ഥയിലൂടെയാണ് IPL ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അത് ഓരോ മത്സരങ്ങളും നമുക്ക് തെളിവാണ് കേട്ടോ. സഞ്ജു സാംസൺ ഈ IPL സീസണിൽ കുറിച്ചത് 2 സെഞ്ചുറികളാണ് ചെന്നൈക്ക് വേണ്ടിയിട്ട്. ആ 2 മത്സരങ്ങളും ചെന്നൈ ആധികാരികമായിട്ടാണ് ജയിച്ചിരിക്കുന്നത്. മറ്റൊരു മത്സരത്തിൽ സഞ്ജു സാംസൺ അടിച്ചത് 48 റൺസാണ്. ആ മത്സരവും ചെന്നൈ ജയിച്ചു. പക്ഷേ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളും നിങ്ങൾ എടുത്തു പോവുകയും അതായത് 6, 7, 9 ഈ റൺസൊക്കെ അടിച്ച മത്സരങ്ങളൊക്കെ തന്നെ, അതായത് സഞ്ജു അടിച്ച റൺസ് അടിച്ച മത്സരങ്ങളൊക്കെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായി. ഒരിക്കലും ഓപ്പോണൻസിന് ഒരു വലിയ ശക്തിയായിട്ട് പോലും CSK നിൽക്കാതെ നിൽക്കുന്ന മത്സരങ്ങളായിരുന്നു അതെല്ലാം. അപ്പോൾ CSKയുടെ വിജയം തീരുമാനിക്കുന്നത് സഞ്ജു സാംസൺ ആണോ എന്നുള്ള നിർണായകമായ ചോദ്യം ഒരു വശത്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി ഉൾപ്പെടെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഫാക്ടറായിട്ടും ആരാധകർ വിളിക്കുന്നുണ്ട്. അതൊന്നും ആ കണക്കുകൾ ചെറുതല്ല കേട്ടോ. കാരണം CSK ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പണായിട്ട് സഞ്ജു സാംസണെ കൊണ്ടുവന്നത് ഈ IPL ചെന്നൈക്ക് വേണ്ടി ഏറ്റവും മികച്ച തുടക്കം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഗെയ്ക്വാദിനൊപ്പം സഞ്ജു സാംസൺ എന്ന് പറയുന്ന വ്യക്തിയും കൂടി വരുമ്പോഴേക്കും പവർ പ്ലേയിൽ ഒരു വലിയ റൺസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. കഴിഞ്ഞ സീസണിൽ ചെന്നൈക്ക് ഏറ്റവും വലിയ ദൗർബല്യമായി മാറിയത് പവർ പ്ലേയിലെ ഇഴച്ചിലാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സഞ്ജു സാംസണെ കൊണ്ടുവന്നപ്പോഴേക്കും സഞ്ജു ഡെലിവർ ചെയ്യുന്നുണ്ട്, ഒരിക്കലും ഇല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സഞ്ജുവിന് അപ്പുറത്തൊരു പാർട്ട്ണറല്ല. ഋതുരാജ് ഗെയ്ക്വാദ് എന്ന് പറയുന്ന വ്യക്തി വളരെ മോശം ഫോമിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗെയ്ക്വാദിൽ നിന്നും ഇങ്ങനെയൊന്നും അല്ല ചെന്നൈ പ്രതീക്ഷിച്ചത്. ആസ് എ ക്യാപ്റ്റൻ വലിയൊരു ഫെയിലിയറായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്ക്വാദ്. ആസ് എ ബാറ്ററും വലിയൊരു ഫെയിലിയറായിട്ട് ഈ സീസണിൽ ഗെയ്ക്വാദ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറ്റം വരട്ടെ, ഗെയ്ക്വാദ് പെട്ടെന്ന് തന്നെ ഫോമിൽ എത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഗെയ്ക്വാദ് ഇസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം. സഞ്ജു സാംസൺ ഒരു ഘട്ടത്തിൽ പോലും സപ്പോർട്ട് ചെയ്യാൻ പോലും ഗെയ്ക്വാദിന് കഴിയുന്നില്ല എന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ലാസ്റ്റ് മത്സരത്തിൽ പോലും 14 പന്തിൽ നിന്നും 21 റൺസ് മാത്രമാണ് ഗെയ്ക്വാദ് സ്വന്തമാക്കിയത്. വിച്ച് ഇസ് നോട്ട് വാട്ട് ക്യാപ്റ്റൻ ഹാസ് ടു ഡു ഫോർ എ ടീം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഇതിപ്പോൾ ഗെയ്ക്വാദിൻ്റെ മാത്രം പ്രശ്നവുമായിട്ടല്ല നിൽക്കുന്നത്. ശിവം ദൂബയും ബ്രെവിസും ഒക്കെ തന്നെ ഈ ഫോം കണ്ടെത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമുണ്ട്. ടോപ്പ് ഓർഡറൊക്കെ പെട്ടെന്ന് തകർന്നിടിയുന്നൊരു കാഴ്ചയിലേക്കാണ് നിൽക്കുന്നത്. അതിനിടയിൽ പരിക്കുകളും പ്രശ്നമാണ്. മഹേന്ദ്ര സിംഗ് ധോണി ആവട്ടെ, ആയുഷ് മാത്രയുടെ പരിക്കാവട്ടെ, ഖലീൽ അഹമ്മദിൻ്റെ പരിക്കാവട്ടെ, ഇതെല്ലാം കൂടിയാണ് ചെന്നൈക്ക് വേറെ പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഈ CSK ക്യാമ്പ് തുടങ്ങുന്നതിന് മുമ്പ്, മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ബൗളിംഗ് യൂണിറ്റ് തിളങ്ങില്ല, ബൗളേഴ്സ് അത്യാവശ്യം CSKക്ക് ഇല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഖലീൽ അഹമ്മദിന് ഇഞ്ചറിയും കൂടെ വന്നത്. ഖലീൽ അഹമ്മദിന് ഇഞ്ചറിയും കൂടെ വന്നപ്പോഴേക്കും CSK ബൗളിംഗ് യൂണിറ്റിന് എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുന്നതിൻ്റെ അടുത്താണ് മുകേഷ് ചൗധരിയും അക്കീൽ ഹുസൈനും ഒരു മാറ്റം സൃഷ്ടിക്കുന്നത് എന്ന് വേണ്ടി പറയാം. നൂർ അഹമ്മദ് ഉൾപ്പെടെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബൗളിംഗ് യൂണിറ്റ് വളരെ അപ്രതീക്ഷിതമായിട്ട് CSKക്ക് വേണ്ടി തിളങ്ങുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ ബാറ്റിംഗ് യൂണിറ്റ് CSKക്ക് വേണ്ടി തിളങ്ങുന്നില്ലാത്തൊരു സാഹചര്യം കൂടെ വരുമ്പോഴാണ് സഞ്ജുവിൻ്റെ ഡിസൈഡിങ് ഫാക്ടേഴ്സ് വരുന്നത്. സഞ്ജു ആസ് എ വിക്കറ്റ് കീപ്പർ പോലും CSKക്ക് വേണ്ടിയിട്ട് നല്ലോണം പണിയെടുക്കുന്നുണ്ട്. ഇൻ ദ ഡിസിഷൻസ്, ഫീൽഡിൽ എടുക്കുന്ന ഡിസിഷൻസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും സഞ്ജു മാക്സിമം CSKക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരു രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. വിച്ച് ഇസ് എ വെരി ഗുഡ് സൈൻ എന്നതുകൂടി തന്നെയാണ് പറയേണ്ടത്. ആ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോഴാണ് സഞ്ജു സാംസൺ കളിച്ചില്ലെങ്കിൽ CSK കളിക്കില്ല എന്നുള്ള അഭിപ്രായത്തിലേക്കും കൂടി കാര്യങ്ങൾ മാറുന്നത്. ഇനി ധോണി എത്തുമോ? അതാണല്ലോ ഏവർക്കും അറിയേണ്ട ഒരു ചോദ്യം. വീണ്ടും ആവർത്തിക്കുന്നു, ധോണി എന്ന് പറയുന്ന വ്യക്തി, ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നതും അങ്ങനെയാണ്, ധോണി ഒരു സ്കാമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ധോണി വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരാധകരുണ്ടെങ്കിൽ വരുമെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷ കൊണ്ടിരുന്നു. പക്ഷേ CSK മാനേജ്മെൻറ്റ് ആഗ്രഹിക്കുന്നത് ധോണിക്ക് ഇപ്പോൾ ഏകദേശം 45 വയസ്സായി പ്രായം. അദ്ദേഹം എറ്റേണലി കളിക്കാനൊന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹത്തിന് ഒരു ഘട്ടം എത്തുമ്പോൾ ഹി ഹാസ് ടു സ്റ്റോപ്പ് ദ ഗെയിം. ആ സ്റ്റോപ്പിംഗ് ദ ഗെയിം എന്ന് പറയുന്നൊരു പരിപാടിയിലൂടെയാണ് മാനേജ്മെൻറ്റ് പോകുന്നത്. ആരാധകർ ഒന്നടങ്കം കൊഴിഞ്ഞു പോകരുതും ചെയ്യരുത്, എന്നാൽ ധോണിയെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുകയും വേണം. ഈ അവസ്ഥയിലൂടെയാണ് മാനേജ്മെൻറ്റ് പോകുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് മാനേജ്മെൻറ്റ് കൃത്യമായ ഒരു ഐഡിയ എടുക്കുന്നത്. ധോണി ഈ സീസണിൽ ഉണ്ടെന്ന് നമുക്ക് വരുത്തി തീർക്കാം, പക്ഷേ ധോണി ഇറങ്ങില്ല, എന്നാൽ ആരാധകർ കൂടെ നിൽക്കുകയും ചെയ്യും. പതുക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു സെറ്റ് ടീമായിട്ട് ധോണി ഇല്ലാണ്ട് നമുക്ക് മാറ്റിയെടുക്കണം. അങ്ങനെ സെറ്റ് ടീമായിട്ട് മാറ്റിയെടുക്കുമ്പോൾ ഇതേ ആരാധകർ കൂടെ ഉണ്ടാവുകയും വേണം. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ആരാധകർ പതുക്കെ ധോണി ഇല്ലെങ്കിലും ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കുകയും വേണം മാനേജ്മെൻറ്റിന്. ആ പ്രോസസ്സിലൂടെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചെന്നൈ സൂപ്പർ കിങ്സ് പോകുന്നത്. അതുകൊണ്ട് ധോണി ഇനിയും വരും എന്ന പ്രതീക്ഷയാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ സ്കാം. ആ സ്കാമിൽ നിങ്ങൾ വീഴാതിരിക്കുക എന്നത് മാത്രമേ പറയാനുള്ളൂ. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ആയുഷ് മാത്രമേ പുറത്തു പോകുന്നൊരു സാഹചര്യം ബിക്കോസ് ഓഫ് ഇഞ്ചറി റൂൾഡ് ഔട്ടായി. ആ സാഹചര്യത്തിൽ ഊർവിൽ പട്ടേലിനെ വേണമെങ്കിൽ CSKക്ക് പരീക്ഷിക്കാം. കാരണം ബാറ്റിംഗ് ഓർഡർ അത്യാവശ്യം നല്ല രീതിയിലല്ല CSKക്ക് പോകുന്നത്. ഊർവിൽ പട്ടേൽ ഗംഭീരമായ ഡൊമസ്റ്റിക് ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ആയുഷ് മാത്രയ്ക്ക് പകരം ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഊർവിൽ പട്ടേലിനെ കൊണ്ടുവരാം എന്ന രീതിയിലേക്ക് CSKക്ക് ആലോചിക്കാം. പക്ഷേ ഓൺ ദ ഹോൾ കംപ്ലീറ്റ്ലി നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നത് സഞ്ജുവിൻ്റെ ഇന്നിങ്സ്, സഞ്ജുവിൻ്റെ ബാറ്റ് ചലിക്കുന്നത് പോലെ CSKയുടെ ഫൈനൽ ഔട്ട്പുട്ട് വരികയുള്ളൂ എന്നുള്ളത് നമുക്ക് ഇത്രയും മത്സരങ്ങളിൽ നിന്നെങ്കിലും
മനസ്സിലാക്കാൻ കഴിയേണ്ടതാണെന്ന് വിശ്വസിക്കുന്നു. സോ അവിടെ എങ്ങനെ തിളങ്ങുന്നോ അങ്ങനെ നിൽക്കും കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. സോ CSKക്ക് നിലനിൽക്കണമെങ്കിൽ സഞ്ജുവിൻ്റെ ബാറ്റ് ഇനിയും ശബ്ദിക്കണം. ഇനിയും ശബ്ദിച്ചാൽ മാത്രമേ CSKക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. അതിനിടയിൽ ചേഞ്ചസ് വരുത്തുന്നത് സ്വാഭാവികമാണ്. അനാവശ്യമായ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അനാവശ്യമായ പരിക്കുകൾ എന്ന് പറയുന്നത് ആയുഷ് മാത്രയുടെ പരിക്ക് തന്നെയാണ്. ഒരുപക്ഷെ ചികിത്സിക്കാൻ കഴിയായിരുന്ന ഹാംസ്ട്രിങ് ഋതുരാജ് ഗെയ്ക്വാദും CSK മാനേജ്മെൻറ്റും കൂടി എക്സ്ട്രാ പ്രഷർ കൊടുത്ത് മാത്രമേ ക്രീസിൽ നിർത്തി അത് വഷളാക്കി ഇപ്പോൾ റൂൾഡ് ഔട്ട് ആകേണ്ട അവസ്ഥയിൽ വരെ നിൽക്കുന്നു. ഒരു ആയുഷ് മാത്രയെ പോലൊരു പ്ലെയർ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലെയറിനെ, ഫ്രജൈലോടെ സൂക്ഷിച്ച് വെക്കേണ്ട ഒരു പ്ലെയറിനെ ഇത്രയും അബദ്ധം കാണിച്ച് മണ്ടത്തരം കാണിച്ച് ആയുഷ് മാത്രമേ റൂൾഡ് ഔട്ട് ആക്കിയ CSK മാനേജ്മെൻറ്റിൻ്റെ ശക്തമായ രീതിയിൽ തന്നെ CSK ആരാധകരും രംഗത്തെത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മാത്രമേ കളിക്കില്ല. ആ രീതിയിൽ യു നീഡ് എ റീപ്ലേസ്മെൻറ്റ്. അവിടെയാണ് എല്ലാ കണ്ണുകളും ഊർവിൽ പട്ടേലിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ ഒരു നീക്കത്തിലേക്ക് CSK നടത്തിയെടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.